ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാന്താര ചാപ്റ്റർ 1 റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എപ്പിക് പടം, അത് മേക്കിംഗ് വൈസ് ആയാലും ഡയറക്ഷൻ വൈസ്, VFX, സിനിമാറ്റോഗ്രാഫി എന്ന് പറയണ്ട, എല്ലാത്തിലും മൊത്തത്തിൽ ഇതൊരു എപ്പിക് പടം തന്നെയാണ്. പ്രത്യേകിച്ച് അയ്യോ, ഇതിൽ ആർട്ട് വർക്ക് ചെയ്തവരെ സമ്മതിക്കണം കേട്ടോ. ആ സെറ്റുകളൊക്കെ എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ആ കൊട്ടാരായാലും ഇവരുടെ ആ ഒരു കുറെ സംഭവം, ഒരു സ്ഥലമുണ്ട്, അതൊക്കെ ഇവർ സെറ്റ് ചെയ്തിരിക്കണമെങ്കിലും അടിപൊളിയാണ്. പിന്നെ ഒരു സിനിമാറ്റോഗ്രഫി, വി എഫ് എക്സും തകർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ അത് മറ്റേ മൃഗങ്ങളുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണേണ്ട വിഷ്വൽസ് തന്നെയാണ്. പിന്നീട് ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. ഇതൊരു ആബ്സല്യൂട്ട് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ. നല്ല സൗണ്ടും നല്ല സ്ക്രീനൊക്കെ ഉള്ള അടിപൊളി തിയേറ്ററിലൊക്കെ പോയി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം പടമാണ്. ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും മൊത്തത്തിൽ നല്ല എൻഗേജിങ് ആണ്. വേറെ ലെവല് പടം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത് ആക്ച്വലി കാന്താര, ഇതിനു മുമ്പ് ഇറങ്ങിയ കാന്താര ഇല്ലേ, അതിന്റെ പ്രീക്വൽ സ്റ്റോറി ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നീട് ഡയറക്ഷൻ വൈസ് ആണെങ്കിൽ ഗംഭീരം. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ ആക്ടിങ്, അയ്യോ, അത് പറയാതിരിക്കാൻ വയ്യ. ആ ശക്തി കയറുമ്പോഴൊക്കെ ഉള്ള സീക്വൻസിൽ പുള്ളിക്കാരന്റെ അഭിനയം ഉണ്ടല്ലോ, എന്റെ ഒമ്പോ, പീക്ക് പെർഫോമൻസ്. ഈ ക്യാരക്ടർ, അതായത് ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ജനിച്ച ആളെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ വേറെ ആർക്കും ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റൂല. നമുക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റൂല. അമ്മാതിരി എപ്പിക്ക് ഒരു ഗോഡ് ലെവൽ ആക്ടിങ് ആയിരുന്നു പുള്ളിക്കാരൻ്റെത്. പിന്നീട് ജയറാം ഉണ്ട്, രുക്മിണി. ജയറാമിന്റെ ക്യാരക്ടർ ഇതിലൊരു മെയിൻ ക്യാരക്ടർ തന്നെയാണ്. ബാക്കി ലാംഗ്വേജസിലുള്ളതാണെങ്കിൽ വലിയ ചെറിയ കോമൺ ടൈപ്പ് ക്യാരക്ടർ ഒന്നും അല്ല. അടിപൊളി ക്യാരക്ടർ തന്നെയാണ് ഇതിൽ ജയറാമിന് കൊടുത്തിട്ടുള്ളത്. പുള്ളിക്കാരന്റെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതില് ഫൈറ്റ് സീക്വൻസസ് ഒക്കെ എന്തോന്ന് ചെയ്തു വെച്ചിരിക്കണം. ഏറ്റവും അമ്മോ, വിഷയം ഫൈറ്റ് സീക്വൻസസ് ഒക്കെയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ അത് കാടിന്റെ അകത്തുള്ള ഫൈറ്റ് സീക്വൻസസ്, പിന്നെ ഇവരുടെ ഒരു കൊട്ടാരത്തിന്റെ ചുറ്റുമുള്ള കുറച്ച് ഷോട്ടുകളുണ്ട്. പിന്നീട് ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ചാൽ എപ്പിക് ആയിരുന്നു. എപ്പിക് ക്ലൈമാക്സ് ഒക്കെ ആയിരുന്നു. എനിക്ക് പടം നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ട്. ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പോൾ ഇതിൽ കുറച്ചുകൂടി ടെക്നിക്കൽ വൈസ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സ്റ്റോറിയും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. പുള്ളിക്കാർ എങ്ങനെ ഹാൻഡിൽ ചെയ്താണെന്നോ, ഡയറക്ഷൻ, പിന്നെ കഥ എഴുതിയത് ഋഷഭ് ഷെട്ടിയാണ്. ആക്ടിങ്ങും വേറെ ലെവൽ സാധനം തന്നെയായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഇത് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ, തിയേറ്ററിൽ കണ്ടാലേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. ഫോണിലൊന്നും കണ്ടിട്ട് കാര്യമില്ല, നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല. അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും അയ്യോ, വേറൊരു മൂഡാണ് പടം മൊത്തത്തില്. എനിക്കിഷ്ടപ്പെട്ടു. നല്ല എന്റർടൈനിങ് ആണ്. പിന്നെ ചെറിയ ചെറിയ ഫൺ എലമെന്റ്സ് അതേപോലത്തെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എത്ര ബോറായിട്ടുള്ള സംഭവങ്ങളല്ല. നമുക്ക് അത്യാവശ്യം എൻഗേജിങ് ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ കാന്താര 1, അതായത് കാന്താര 1 മീൻസ് ഇതിനു മുമ്പ് ഇറങ്ങിയ കാന്താര ഇല്ലേ, അത് അതിലെ മിക്ക കഥാപാത്രങ്ങൾ, ഇതിൽ മെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. പിന്നീട് അല്ലാതെ നമ്മള് പുതിയ ക്യാരക്ടേഴ്സ് വേറെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് ആ സ്റ്റോറിയുടെ മുമ്പ് ഇറങ്ങിയ കാന്താരയുടെ പ്രീക്വൽ സ്റ്റോറി മേ ബി ആയിരിക്കാം. ഇതും കാന്താര, പിന്നീട് ഇതിന്റെ അടുത്ത പാർട്ട് കൊണ്ട് അതിന് വെയിറ്റിംഗ് ആണ്. പെർഫോമൻസ് ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞ പോലെ പീക്ക് ഗോഡ് ലെവൽ സാധനമാണ് ഋഷഭ് ഷെട്ടി. പറയാതിരിക്കാൻ വയ്യ. ആ ശക്തി കയറുമ്പോ ഒക്കെ ഉള്ള ഒരു ഷോട്ടുകളൊക്കെ ഉണ്ടല്ലോ, അയ്യോ, നമുക്കും വല്ലാത്തൊരു രോമാഞ്ചം, നമുക്കൊരു എനർജി കയറുന്ന ഒരു ഫീലാണ്. എന്തായാലും ഗംഭീര പടം തന്നെയാണ്. മേക്കിംഗ് വൈസ്, സ്റ്റോറി വൈസ് എല്ലാം മൊത്തത്തിൽ ഭയങ്കര ഗംഭീരമാണ്. കാടിന്റെ അകത്തുള്ള സീക്വൻസസ് ഒക്കെ ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ പക്കയായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഫൈറ്റ് സീക്വൻസസ് ഒക്കെയാണ് ഭയങ്കരമായിട്ട് ഇതിൽ ഇഷ്ടപ്പെട്ടതാണ്. പിന്നീട് ആ ദൈവത്തിന്റെ ആ സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇവര് കാണിച്ചിട്ടുണ്ട്. ആ വിശ്വാസങ്ങളും സംഭവങ്ങളെല്ലാം നല്ല രീതിക്ക് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നീട് തെയ്യത്തിനും അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ സിനിമയുടെ പിന്നില് പ്രവർത്തിച്ച എല്ലാവർക്കും വലിയൊരു ഷൗട്ട് ഔട്ട്. എന്തായാലും നമ്മള് ഇത്ര ഹൈപ്പ് കൊടുത്ത രീതിക്ക് തന്നെ സിനിമ വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഞാൻ ട്രെയിലർ ഒന്നും കണ്ടില്ല കേട്ടാ. ഞാൻ ഇപ്പൊ ചില സിനിമകൾ ഇപ്പൊ ഭയങ്കര ഹൈപ്പായിട്ട് പറയുന്ന സിനിമകളുടെ ട്രെയിലർ ഒന്നും ഇപ്പൊ കാണാറില്ല. മുമ്പ് കാണാറുണ്ടായിരുന്നു. ട്രെയിലർ കാണാതെ പോയോണ്ടായിരിക്കാം എനിക്ക് പടം അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട്. സോ ഫ്രണ്ട്സ്, ഇതാണ് സിനിമയെ പറ്റിയിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക.
സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ കാണാം. DK സൈനിങ് ഔട്ട്.